ട്രാൻസ് ആണെന്ന് പറഞ്ഞിട്ടും ഓപ്പണായിട്ട് പറയുന്നു തോന്നില്ല, റോങ് രീതിയിൽ ഇങ്ങനെ കോൽക്കളി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു എന്താ റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നിയിട്ടുള്ള എന്താണ്? ചിലപ്പോഴൊക്കെ റിപ്ലൈ കൊടുക്കാം എന്ന് തോന്നാറുണ്ട്. സീരിയസ്ലി എനിക്കറിയില്ല എന്താ കോൽക്കളി എന്ന്. ഞാൻ ഇപ്പോഴും അറിയുന്നത് എനിക്ക് കോൽക്കളി ഇത് ലൈഫിൽ ഇതുവരെ കോൽക്കളി കളിച്ചിട്ടില്ല. പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടോ? ഇപ്പം വുമൺ ആയതിനു ശേഷം ഒരു പ്രപ്പോസലും കാര്യങ്ങളൊക്കെ പ്രപ്പോസലൊക്കെ വരാറുണ്ട്. ചേട്ടനായാലും ഇങ്ങനെ പ്രപ്പോസൽ വരാറുണ്ട്? അതേ ഉള്ളൂ, അതേ ഉള്ളൂ. അതിന് ഇഷ്ടാ. അപ്പോ ഇതിനു മുമ്പ് മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഇപ്പൊ ഇന്ന് രാവിലെ കേട്ടോ യൂട്യൂബിൽ നോക്കിയപ്പോ കണ്ട മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ മാരേജിനോട് പോയപ്പോ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് താല്പര്യമില്ല? ഞാൻ പറഞ്ഞത് കാരണം അത് എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു അബദ്ധമാണ്. കാരണം ഒരു ബോയിൽ നിന്നും ഒരു വുമണിലേക്ക് വന്നപ്പോൾ ഒരു ചേഞ്ച് എന്തായിരുന്നു ലൈഫ്? ഒരു ബോയിൽ നിന്നും ഒരു വുമണിലേക്ക് ഇപ്പൊ ഞാൻ ചേഞ്ച് ആയിട്ടില്ല, പക്ഷെ ആ ഒരു മനസ്സുകൊണ്ട് ഓക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത സമയത്തിൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത് വലിയൊരു പ്രോസസ്സാണ്, ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത്രയും പെയിൻഫുള്ളൊക്കെ സഹിച്ചിട്ടാണ് ഒരു ട്രാൻസ് എന്ന വ്യക്തി ഒരു പെണ്ണായി ഒരു പൂർണ്ണതയുള്ള ഒരു പെണ്ണായി മാറുന്നത്. ഡൗൺ സർജറി, ബ്രസ്റ്റ് സർജറി, അങ്ങനെ ഒരുപാട് സർജറികൾ. അതുകൂടാണ്ട് വീണ്ടും ഫേസ് സർജറി ഒക്കെ ചെയ്യുന്ന ഒരുപാട് ട്രാൻസുകളുണ്ട്. എന്നിട്ടും അവരെ ഇപ്പോഴും അവരെ കമൻറ്റ് ബോക്സിലൊക്കെ പോയിട്ട് കോൽക്കളി, ചാന്തുപൊട്ട്, 9 എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം പെയിൻഫുൾ ആയിട്ട് ലൈഫിൽ നിന്നാണ് അവർ ഇങ്ങനെ ഒരു ലൈഫിലേക്ക് ഹാപ്പിനെസ് ആകുമ്പോൾ എന്തിനാണ് വെറുതെ അവരുടെ ഹാപ്പിനെസ് കളയുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഓഫർ എന്നിട്ട് അഡ്ജസ്റ്റ്മെന്റിന് ഓക്കെ ആണെന്ന് ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് മൂവീസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ. എത്ര നാള് കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്ന് കാണുവാൻ. ആശു ചേട്ടനായാലും ഫ്രണ്ട്സ് ഒക്കെ, ഗേൾസ് ഫ്രണ്ട്സ്, ബോയ്സ് ഫ്രണ്ട്സ്, അങ്ങനെ കുറെ പേര് കാണുമല്ലോ. അപ്പൊ അതിൽ ആരെങ്കിലും ഇങ്ങനെ പിന്മാറി പോയിട്ട്? എനിക്ക് ഒരുപാട് പേര് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് നാട്ടിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഒരുപാട് പേര്. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് സ്റ്റിൽ ഞാൻ അങ്ങനത്തെ ഒരു മെയിൻ, ഞാൻ എന്താന്ന് അറിഞ്ഞിരിക്കുന്നവർ എൻ്റെ കൂടെ നിന്നാ മതി. പറയല്ലേ, എല്ലാവരുടെ അടുത്ത് പറയില്ലതാ. അങ്ങനെ നിൽക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും അടിപൊളി. ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കാര്യമില്ല, നമുക്ക് ആവശ്യങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈക്ക് ഒരു കൂടപ്പുറപ്പ് പോലെ നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപകരിക്കണം, അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളൊരു അവളെ പറയാൻ പറ്റാത്ത എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ പറയാം. അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ. അതെന്താണ് നമുക്ക് സമീപിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് പറയുമ്പോഴും അല്ലെങ്കിൽ എന്തിന് നമ്മൾ അവളെ സമീപിക്കും അതിനൊരു നമുക്ക് നല്ലൊരു ഡിസിഷൻ കിട്ടണം. അല്ലാണ്ട് ഒഴിഞ്ഞു മാറി പോവുക അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സൗഹൃദമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സൗഹൃദങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ കട്ട് ചെയ്തു. ഇപ്പൊ സ്റ്റിൽ ഞങ്ങളുടെ കൂടെ ഉള്ളത് നല്ല സൂപ്പറാണ്. ഇപ്പം പണ്ട് സ്കൂളിൽ ഇഗ്നോർ ചെയ്ത ആൾക്കാർ ഇപ്പൊ ഫെയിം ആയതിനു ശേഷം വന്ന് മെസ്സേജ് അയക്കുന്ന ഒത്തിരി ഉണ്ട്. കാരണം പണ്ടൊക്കെ ഞാൻ സ്കൂളിലായ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഗ്നോറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ചാന്തുപൊട്ട്, 9, കുണ്ടൻ അങ്ങനെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുക. അന്നും സുഹൃത്തുക്കൾ പെൺകുട്ടികളായിരിക്കും, ആൺകുട്ടികൾ അങ്ങനെ സുഹൃത്തുക്കൾ എല്ലാവരും. ചാന്തുപൊട്ട്, കുണ്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞിട്ടില്ല എനിക്കൊരു പെണ്ണാവാനാണ് ആഗ്രഹം, അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്ന് എനിക്ക് ഭയങ്കര പേടി. അന്ന് സമൂഹത്തിൽ ഞാൻ ചോദിക്കില്ല, അന്ന് സമൂഹത്തിൽ എനിക്ക് എന്താ ക്ലോസ് ആയിട്ടുള്ള എന്റെ കൂട്ടുകാരികളോടൊക്കെ പറയും ഞാൻ. പക്ഷെ അല്ലാണ്ട് എനിക്ക് സമൂഹത്തിനോട് അന്ന് എനിക്ക് പറഞ്ഞത്, അന്ന് ഞാൻ ഇരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ലോകത്ത് ഇങ്ങനെ ഒരാള്, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു സംഭവം, ഞാൻ എന്താ ഇങ്ങനെ എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഞാൻ വേറൊരാളെ കാണുന്നില്ല, എൻ്റെ പോലത്തെ ഒരാളെ അന്ന് കാണുന്നില്ല. അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെയല്ല, കുറേ ആൾക്കാരുണ്ട്, നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്നൊക്കെ മനസ്സിലായത് അതിന് ശേഷമാണ്. അതിന് മുമ്പേ നന്നായിട്ട് കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കലുകളും, നമ്മൾ കല്യാണത്തിന് നമ്മളെ വിളിക്കാണ്ടിരിക്കുക, നമ്മളെ ഒഴിവാക്കുക, പോയാൽ നമ്മളെ വല്ല മെയിൻ്റ് ഒന്നും ചെയ്യില്ല, അങ്ങനെയൊക്കെ ഒരുപാട് വിഷമമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്റ്റിൽ ഞാൻ ഫേമസ് ആയ സമയത്ത് അവരെ വീട്ടിൽ പല കല്യാണത്തിനും ജാസ്തി ഒരു വീഡിയോ ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ജാസ്തി ഒരു ആശംസ പറയുമോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇനാഗുറേഷന് വരുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഷോപ്പ് ഇനാഗുറേഷൻ, ഇപ്പോൾ എല്ലാവർക്കും നമ്മളെ വേണം. അപ്പൊ എന്തോ പറയും? ഞാൻ നോർമലി ഇതെന്താ ചെയ്യാലോ, പേയ്മെന്റ് ഇത്രയെന്ന് പറയോ? ഇല്ല ഞാൻ കാരണം നമ്മളില്ല സോറി എന്നൊക്കെ പറയുമ്പോൾ അവര് നമ്മൾ വ്യത്യാസമില്ലല്ലോ. ലൈക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. പണ്ട് പുച്ഛിച്ചാൽ ഇപ്പൊ ചോദിക്കുന്ന നമ്മളവിടെ ജയിക്കുക അങ്ങനെ അത് അടിപൊളിയാണ് ആ ഒരു സംഭവം. അപ്പം അങ്ങനെ കുറെ
ആൾക്കാരുണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ ജാസിക്ക് പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടോ? ഇപ്പം വുമൺ ആയതിനു ശേഷം ഒരു പ്രപ്പോസലും കാര്യങ്ങളൊക്കെ? പ്രപ്പോസലൊക്കെ വരാറുണ്ട്. സ്റ്റിൽ ആഷി ഞാൻ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിലൊന്നുമില്ല. അല്ലാണ്ട് എന്നാലും നേരിട്ട് ഇപ്പോൾ സംസാരിച്ചതിന് ശേഷം എനിക്കൊരു ക്രഷ് ഉണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ക്രഷൊക്കെ ഉണ്ട് ജാസിയോടൊന്നൊക്കെ? എനിക്ക് വീഡിയോസ് ഒക്കെ വരാറുണ്ട് ഇങ്ങനെ, ലൈക്ക് എൻ്റെ ഫോട്ടോ വെച്ചിട്ടും എൻ്റെ വീഡിയോ വെച്ചിട്ടൊക്കെ ചെക്കന്മാരിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചെയ്ത് എനിക്ക് അയക്കാറുണ്ട്. ഇപ്പം അടുത്ത് ഞങ്ങൾ പൊന്നാനി പോയ സമയത്ത് ഇതേപോലെ ഒരു ചെക്കൻ ഒരു വീഡിയോ ചെയ്ത് ജസ്റ്റ് ഒരു ഒന്ന് കമൻറ്റ് ഇടും, അതിലൊരു കമൻറ്റ് ഇട്ടാൽ മതി, പ്ലീസ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചേട്ടനായാലും ഇങ്ങനെ പ്രപ്പോസൽ വരാറുണ്ട്? അതേ ഉള്ളൂ, അതേ ഉള്ളൂ. അതിന് ഇഷ്ടം. അപ്പൊ എല്ലാം വായ നോക്കാറുണ്ടോ? വായ മാത്രല്ല, വായയും എന്താണ് തെങ്ങും ഒക്കെ നോക്കാറുണ്ട്. എല്ലാം ചെയ്യും. ഓപ്പണാണ്. ഞാൻ ഭയങ്കര ഞാൻ വലിയ ആളായിട്ട് പറയുന്ന സംഭവം ഞാൻ നോർമല പോയി എന്താ ചെയ്യുന്നത് അതിനെക്കാട്ടി അപ്പുറം ഞാൻ ചെയ്യാറുണ്ട് എല്ലാ കാര്യം. ഇന്ന് വീട്ടിൽ പോയിട്ട് എല്ലാ കാര്യം പറഞ്ഞു. ആഷിഖ് ഗേ ആണ്, ആഷിഖാണ്, അങ്ങനത്തെ സംഭവം ഇല്ല. ആഷിലേക്ക് ബൈസെക്ഷൽ. ബൈസെക്ഷൽ ആണോ അത് സ്ട്രെയിറ്റ് ആണോ? ഇതിടണം കേട്ടോ, ഇതിടണം. ആഷി ലൈക്ക് സ്ട്രെയിറ്റ് ആയിരുന്നു. എന്റെ എനിക്കിങ്ങനെ അടിച്ചു പൊളിച്ചില്ല. ഇത് ഞാൻ കേക്കട്ടെ. ആഷി സ്ട്രെയിറ്റ് ആണ്. പിന്നെ ലൈക്ക് എൻ്റെ കൂടെ നല്ല ഫ്രണ്ട് ആയിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പിരിയാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ എന്നോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയതുകൊണ്ടാണ് ലൈക്ക് എൻ്റെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ സ്റ്റിൽ നിൽക്കുന്നത്. പിന്നെ എനിക്കറിയാം ഞാൻ ആഷി കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ കെയറിങ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ലൈക്ക് ആഷിൻ്റെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും മാറിക്കഴിഞ്ഞാൽ ആഷി വേറൊരു ട്രാൻസ് വുമണായിട്ട് അല്ല ട്രാൻസ് വുമണായിട്ട് ആഷിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ചിലപ്പോൾ ഒരു പെൺകുട്ടിനെ ആയിരിക്കും ചൂസ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ ആയതുകൊണ്ട് പറയുന്നതാണ് ഞാൻ പറഞ്ഞത് ബൈസെക്ഷലാണ് എന്നുള്ളത് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യം. സ്ട്രീറ്റ് എനിക്ക് അറിയത്തില്ല പോലെ, ഇത് ചോദിച്ചാൽ അറിയത്തില്ലെന്നല്ല പറയുന്നത്. മീനിങ് അറിയാത്തോണ്ടായിരിക്കും. എനിക്ക് മീനിങ് അറിയത്തില്ല. എന്നെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് അല്ല ഞാനല്ലല്ലോ പറഞ്ഞത്. ഇപ്പം ചേച്ചിയല്ലേ പറഞ്ഞ ആഷി ബൈസെക്ഷൽ, ഞാനല്ലേ ചോദിച്ചോ? ഞാനല്ലേ ചോദിക്കുന്നത്, ചേച്ചിയാണെല്ലാം ചോദിച്ചത്. ചേച്ചിയല്ലേ പറയുന്നത്. അത് ഞാൻ ചോദിച്ചിട്ട് തെറ്റുണ്ടോ? വായി നോക്ക്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടിരുന്ന് എന്താ ചോദിക്കാൻ? നിങ്ങൾ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട്, നാളെ എന്താ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്റർവ്യൂ ആണ്. അപ്പം പുറമേ നിന്ന് ആൾക്കാർക്ക് ചോദിക്കാനുള്ളതാണ് ഞാൻ ചോദിച്ചത്. ആഷി നന്നായിട്ട് വായ നോക്കും, തെങ്ങ് നോക്കും, എല്ലാം നോക്കും. ഓക്കെ, ഇപ്പോ ഞാൻ ഇനി കുറച്ച് നിങ്ങൾക്ക് തമ്മിൽ ആർക്കാണ് കൂടുതൽ അറിയാം എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഗെയിമാണോ? ഗെയിം പോലെ, ഗെയിം എന്ന് പറയാം. നിങ്ങൾ രണ്ടുപേർക്ക് ആർക്കാണ് പോസസീവ് കൂടുതലുള്ളത്? രണ്ടുപേർക്കും ഉണ്ട്. രണ്ടുപേർക്കും. എന്നാലും ഒരു എക്സ്ട്രീം കുറച്ച് കൂടുതൽ കറക്റ്റാ. വേറൊന്നും ചോദിക്കട്ടെ, കറക്റ്റ്. പെട്ടെന്ന് ചെറിയ കാര്യത്തിനൊക്കെ വഴക്കിടുന്നതാരാ? ഞാന്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് ആഷിഖ് ചേട്ടനോട് ചോദിക്കാനുള്ളത്, ജാസിയുടെ ബർത്ത്ഡേ ഡേറ്റ് വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഓഗസ്റ്റ് 19 എന്നാ വേറെ നിങ്ങൾ എന്നാണ് ആദ്യമായിട്ട് കണ്ട് സംസാരിച്ചത്? അപ്പൊ ഓഗസ്റ്റ് ആദ്യം ചോര്. ഇനി ഇവൻ എല്ലാ ഡേറ്റും ലൈക്ക് എനിക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റില്ല. ഇവൻ കണ്ട ദിവസം, കണ്ട ഫസ്റ്റ് ഗിഫ്റ്റ് ചെയ്തത്, ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്, അവൻ്റെ എല്ലാ ഡേറ്റും എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, അത് ചോദിച്ചോളൂ. നിങ്ങൾ ഫസ്റ്റ് കണ്ടത് എന്നാണ്? ജാസിനെ കണ്ടത് ചേട്ടൻ എന്നാണ് ഫസ്റ്റ് കണ്ടത്? ഒരു 2016 ഒരു ഓഗസ്റ്റ് 17. ആഷിക്ക് ഇഷ്ടമുള്ള ഫുഡ്? സീ ഫുഡ് ഐറ്റംസ് എല്ലാം ഇഷ്ടമാണ്. എല്ലാം. എന്നാലും ഫേവറേറ്റ് ഒരെണ്ണം കാണത്തില്ലേ? ഫേവറേറ്റ് സീ ഫുഡ് എല്ലാം ഇഷ്ടമാണ്. ഫേവറേറ്റ് എന്തും കഴിക്കും. എല്ലാ ഫുഡും ഇഷ്ടമാണ്. പൊതുവെ സീ ഫുഡ് ഐറ്റംസ് കൂടുതൽ ഇഷ്ടമാണ്. സീ ഫുഡിന് സൂപ്പൊക്കെ ഇല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല തേങ്ങ അരച്ച മീൻ കറി അത് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ. നിങ്ങൾ തമ്മില് ഇപ്പം കാണാതെ ഫോൺ ചെക്ക് ചെയ്യാറുണ്ട്? അതായത് ഇപ്പം ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോൺ ചെക്ക് ചെയ്യാറുണ്ട്? രണ്ടുപേരും ചെയ്യാറുണ്ട്. അത് അനുവാദം. എന്റെ അഭിപ്രായം അങ്ങനെയല്ല. എന്റെ അത് ഇപ്പോ ചില ആൾക്കാർ പറയുന്നുണ്ട് ഭർത്താക്കന്മാരെ ഫോൺ ചെക്ക് ചെയ്യരുത് അല്ലെങ്കിൽ ഭാര്യമാർ. എന്റെ ഒരു അഭിപ്രായം പറയാന്നുണ്ടെങ്കിൽ ഭാര്യമാര് ഭർത്താക്കന്മാരെ ഫോൺ ചെക്ക് ചെയ്യണം.
ഭർത്താക്കന്മാര് ഭാര്യമാരെ ഫോൺ ഇല്ല, അത് നമ്മുടെ അവകാശം. ഭാര്യമാര് അത് വിശ്വാസം ഇല്ലാത്തോണ്ടാണോ? അങ്ങനല്ല, അങ്ങനെയൊന്നുമല്ല. ഇനി വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ഞാൻ ഇത് എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ്. ഭർത്താക്കന്മാര് ഭാര്യമാരെ ഫോണും ചെക്ക് ചെയ്യണം, ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഫോൺ ചെക്ക് ചെയ്യണം. അത് റിലേഷൻഷിപ്പിലായാലും ചെക്ക് ചെയ്യണം. അതൊരു അനുവാദമൊന്നും വേണ്ട, അനുവാദമൊന്നുമില്ല. അതൊരു അവകാശമായിട്ട് കൂട്ടുക. കാരണം എന്റെ ഇക്കാന്റെ ഫോൺ എന്റെ ഫോൺ കൂടെയാണ് ഞാൻ ചെക്ക് ചെയ്യണത്. ഇതാരൊരു പുതിയ കുട്ടിക്ക് ചോദിക്കുക, ഇതാരതേ കുട്ടി ഇതെന്ന് മെസ്സേജ് അപ്പൊ ചോദിക്കുക, കാരണം ക്ലിയർ ഇത് ഉള്ളില്. അപ്പൊ അങ്ങനെ പുതിയ ഫോളോവറാ അൺഫോളോ ചെയ്യും. അങ്ങനെ എപ്പോഴേലും ഫോളോ ചെയ്തിട്ട് ഇതിനെ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ട് ഇവിടെ തമ്മി തല്ലിപ്പിക്കും. നീ കുടുംബം കലക്കുമല്ലേ? അപ്പൊ എന്താ പറഞ്ഞു? എല്ലാവരും ഈ കേരളം മുഴുവൻ ഇവര് കസിനാണ്. അന്റെ നാട്ടിലടക്കം ഇവര് കസിനാണ്. കസിന്റെ പേര് ഐശ്വര്യ. അങ്ങോട്ട് എല്ലാ കസിനും എന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെയല്ല, അത് തമാശ. പൊതുവെ ഞാൻ ചോദിക്കാറുണ്ട്, ഇതാരൊക്കെ പുതിയ കുട്ടി? സീരിയസ്ലി എനിക്ക് ഷോപ്പ് വരെ കണ്ട് ഞാൻ ബിസിയാണ്. ഇതെല്ലാരും കേൾക്കാൻ വേണ്ടി പറഞ്ഞില്ല. ഇത് വേറെ മെസ്സേജ് ഒന്നും മനഃപൂർവ്വം പറഞ്ഞില്ല. ആഷിക്ക് ഏതെങ്കിലും പെണ്ണുങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചാ സ്റ്റോറി വരും മക്കളെ. ഫേസ്ബുക്കിൽ ഞാൻ നോക്കും. ജാസിയുടെ അക്കൗണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ട്. ആരെങ്കിലും ഇപ്പം വാട്സപ്പിലൊക്കെ മെസ്സേജ് ഒക്കെ ഇപ്പൊ അയക്കുവാണെങ്കിൽ നോക്കൂ, ഇങ്ങനെ അവൾ ആരാതൊക്കെ ചോദിക്കും. എനിക്ക് പേഴ്സണലി എന്റെ നമ്പർ വളരെ അടുത്ത ഫ്രണ്ട്സിലൊക്കെ മാത്രമേ അറിയുള്ളൂ. ഈവൻ എല്ലാ പ്രൊമോഷനൊക്കെ ആഷിന്റെ ഫോണിലേക്കേ വരിക. അതുകൊണ്ട് പിന്നെ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ ആഷിന്റെ ഫോണിലേക്ക് വരിക. അതുകൊണ്ട് വലിയ പ്രോബ്ലംസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഫേവറേറ്റ് ആക്ട്രസ് ആരാണ് ആഷിയുടെ? ആഷിയുടെ ആക്ടർ ഒന്ന് നമ്മുടെ ഇവള്, ഞാൻ പറഞ്ഞത് എനിക്ക് നടിമാരുടെ പേര് മറന്നു, കീർത്തി സുരേഷ്. രണ്ടാമത്തേത് നമ്മളെ കാർമുകിലിൻ അതിലത്തെ നടിയില്ലേ, നടി പേര് മറന്നു, നല്ല തടിച്ച്, അയ്യോ അങ്ങനെ പറയാൻ, നിത്യമേനോൻ. ഇഷ്ടമാണ് രണ്ടുപേരും. ആക്ടർ ജാസിക്ക് ആരെയാണ് ഇഷ്ടം? അതറിയാവോന്ന് ചോദിക്കാൻ വേണ്ടി. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇപ്പൊ ഇടുന്ന ചുരിദാറാണോ സാരിയാണോ ഇട്ട് കാണാനായിട്ട് ഇഷ്ടമുള്ളത്? ഞാനാ ചോദിക്കും. കണ്ണുമൂടി നടക്കുന്ന ഇഷ്ടം എനിക്ക്. അല്ല പൊതുവെ അല്ല ഇട്ട് കാണാൻ ചിലവർക്ക് ഒരുപാട് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ് ഇട്ടയില് ഒരു ഭംഗി, ഭയങ്കര ഭംഗി, എക്സ്ട്രീം നല്ല ചില നമ്മൾ പറയത്തില്ല ഭയങ്കര രസമാണ് കാണാൻ എന്നൊക്കെ തോന്നിയ ഒരു ഔട്ട്ഫിറ്റ് സാരി. പക്ഷെ വയറ് കാണിക്കാൻ പാടില്ലല്ലോ, ഏതോ ഇന്റർവ്യൂല് ഞാൻ കേട്ടില്ല. ഞാനത് നോർമലായിട്ട് ആൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ കാണിച്ചോട്ടെ. വയറ് കാണിച്ചു കൊടുക്കുന്ന ഇഷ്ടമല്ലോ. ഓക്കെ, ഇപ്പൊ ആഷി എങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതാണ് ജാസിക്ക് ഇഷ്ടം? എനിക്ക് നല്ല ആഷ്പോഷ് ഇതേപോലത്തെ ഡ്രസ്സ് അങ്ങനെ തന്നെ ഇഷ്ടം വ്യൂസ്. പിന്നെ എനിക്ക് മുണ്ട് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആഷി മുണ്ട് അങ്ങനെ അധികം എടുക്കാറില്ല, പക്ഷെ ട്രഡീഷണൽ മുണ്ട് എടുത്ത് നല്ല അപ്പോ ഇനി ആഷിക്ക് വേണ്ടിട്ട് ഒരു റൊമാൻറ്റിക് സോങ്, ഇഷ്ടപ്പെട്ട റൊമാൻറ്റിക് സോങ് ആഷിക്ക് ഉണ്ടെന്ന് പാടും. അയ്യോ, എനിക്ക് ആഷിക്ക് ഇഷ്ടപ്പെട്ട റൊമാൻറ്റിക് നേരത്തെ ഒരു പാട്ട് നല്ലപോലെ കാർമുകിൽ അതുപോലെ എനിക്ക് കേട്ടപ്പോൾ നല്ല രസം തോന്നി, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന്. ആഷിക്ക് നോർമലി ഇഷ്ടപ്പെട്ട സോങ് ഞങ്ങൾ രണ്ടില് ഒരുപാട് സോങ് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ആഷിക്ക് ഇഷ്ടപ്പെട്ട എന്താലൈമുടി അത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പാടിക്കും ആഷിക്ക് വേണ്ടിട്ട് അല്ല ഒരു പാട്ട് മാത്രമേ ഇഷ്ടം. ഇത് നമ്മൾ പ്രശ്നമാവും കേട്ടോ, നമ്മൾ സീനാവും. ഒരു പാട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ. എത്ര നാള് കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്നു കാണുവാൻ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ, എൻ്റെ പൊന്നാമ്പൽ പൂവാണു നീ, എൻ്റെ വേഴാമ്പൽ കിളിയാണു നീ, എത്ര നാള് കാത്തിരുന്നു ഒന്നു പാട്, എത്ര നാള് ഞാനിരുന്നു ഒന്നു കാണുവാൻ. ഇഷ്ടമാണോ ആ സോങ്? അവർക്ക് ആൽബം സോങ്സ് ഒക്കെ ഇഷ്ടമാണ്. ഞാനിനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുട്ടികളിപ്പോൾ നിങ്ങൾ
ദത്തെടുക്കണം അങ്ങനത്തെ ഒരു മൈൻഡൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടെ നടക്കാൻ വയ്യ, ഒരു കുട്ടിയും കൂടി പറയട്ടെ ഞങ്ങൾക്ക് ഇവിടെ നടക്കാൻ വയ്യ. ഇപ്പം അതിനെക്കുറിച്ചൊന്നുമില്ല. ഇപ്പം നമ്മൾ ബിസിനസ് നമുക്ക് കുറച്ചുകൂടി ഇൻകം ഉണ്ടാക്കാം. അങ്ങനെയാണ് ഭാവിയിൽ ഇപ്പം അങ്ങനെ ഒരു വേണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞങ്ങൾ ദത്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അഡോപ്ഷൻ ചെയ്യണം. എങ്ങനെ എത്ര കുട്ടികൾ വേണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒറ്റെണ്ണം മതി, അതിന് മാത്രം സ്നേഹം. അതിന് ഉത്തരം കിട്ടില്ല. കുട്ടികൾ വേണോ ചോദിച്ചാൽ കിട്ടും. എത്ര കുട്ടികൾ കളിക്കുക, ഒറ്റ കുട്ടി അങ്ങനെയൊക്കെ നന്നായിട്ട് ആ കുട്ടിയെ നോക്കുക, നന്നായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുക, നന്നായിട്ട് പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയൊക്കെ ആരെങ്കിലും സെൽഫി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫാനാണ്, ചേച്ചിയുടെ ഫാനാണ്, അല്ലെങ്കിൽ ഗേൾസ് വന്നിട്ട് ചേട്ടൻ്റെ ഫാനാണെന്നൊക്കെ പറഞ്ഞു. രണ്ടുപേരും സെൽഫി എടുക്കാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ആശ ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ജാസി എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്നെ ഒറ്റ കാണുമ്പോൾ ആശ എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സെൽഫിയും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കാറുണ്ട്. ഇപ്പോൾ ഇതുവരെ പബ്ലിക്കിൽ നിന്ന് ഇപ്പോൾ എൻ്റെ പറഞ്ഞല്ലോ കമൻറ്റ് ബോക്സിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് പബ്ലിക്കിൽ നിന്ന് ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും പിന്നെ നിനക്ക് ആരാണ് ഈ ബാഡ് കമൻ്റ് ഒക്കെ ഇടുന്നത്? പബ്ലിക്കിൽ എല്ലാവരും ഭയങ്കര സ്നേഹത്തിലും ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് പിന്നെ ആരാണ് ഈ ബാഡ് കമൻറ്റ് ഇടുന്നത്? എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പം പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. പബ്ലിക്കിൽ ഇതുവരെ അങ്ങനെ ഒരു റിയാക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ആരെങ്കിലും പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കളിയാക്കുന്നതായിട്ടോ ഫീൽ ചെയ്തിട്ടുണ്ട്? അത് പണ്ടൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നടന്നു പോകുമ്പോഴൊക്കെ ബൈക്കിൽ ആൾക്കാർ ചിരിക്കുന്നതും കളിയാക്കുന്നതും ഒക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഇപ്പോഴും ഉണ്ടില്ല എന്നല്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ അങ്ങനെ കാണിക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. ആൾക്കാർ ഉള്ളിൽ വെച്ച് പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ കാണിക്കെ ആൾക്കാർ ചെയ്യുന്നത് കുറവാണ്. ഓക്കെ. ഇപ്പോൾ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സർജറി കഴിഞ്ഞോ അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെങ്ങനെയാണ്? ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. ലൈസർ സർജറി ഒന്നും അത് ഫുള്ളായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. ലൈസർ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, അപ്പം അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാനാണ്. എന്റെ അടുത്ത് തന്നെ ഇന്റർവ്യൂ വന്നിരിക്കുന്നത് ടീഷർട്ടും പാന്റും ഇട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് ജാസി മറ്റൊരു പെൺവേഷത്തിൽ ഇരിക്കാത്ത എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയാണ് ആളുകൾക്ക് സംശയങ്ങൾ വീണ്ടും വീണ്ടും ജാസിയിലേക്ക് വരുന്നത്. അത്തരം ഡ്രസ്സിംഗ് രീതിയിലേക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നു നോക്കിയിട്ടാണോ? അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഒരു സ്ത്രീയായി നടക്കുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ സ്ത്രീയായിട്ട് നടക്കുന്ന സമയത്ത്? ഇത് ഞാൻ അന്ന് പറയാൻ കാരണം ഒന്നാമത് ഈ ഇൻ്റർവ്യൂ പുറത്തുനിന്ന് എടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. രണ്ടാമത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു സ്ത്രീ ആയിട്ട് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഒരു സ്ത്രീക്ക് നേരിടേണ്ട അതേ സെയിം പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് രാത്രി നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മളെ നെഗറ്റീവായിട്ട് കാണുന്ന വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ ഓൾ രാത്രി ഇറങ്ങിയത് മറ്റേ കേസിനാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മളോട് വന്നിട്ട് കമൻ്റ് അടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അബ്യൂസ്മെൻ്റ് ആയിട്ട് നമ്മൾ വന്ന് പെരുമാറുന്ന പല ആൾക്കാരുണ്ട് സ്ത്രീയായി പുറത്തിറങ്ങുമ്പോൾ. നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു ട്രാൻസ് ആണെങ്കിൽ പോലും ഞാൻ താടി വെച്ച് ഞാനൊരു ഒരു ഷർട്ടും പേരിട്ട് നടക്കുന്ന സമയത്ത് എന്നെ അങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് അധികം പേര് വരുന്നില്ല. അല്ലെങ്കിൽ എന്നെ കളിയാക്കാനോ അല്ലെങ്കിൽ എന്നെ രാത്രി വന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാനോ നമുക്ക് ധൈര്യത്തിൽ ഇറങ്ങി പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ സ്റ്റിൽ അത് പറ്റത്തില്ല. അപ്പോൾ ഇതിന് മുമ്പ് മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ ഇന്ന് രാവിലെ കേട്ടോ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ട മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ മാരേജിനോട് പോയപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് കാരണം അത് എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു അബദ്ധമാണ്. കാരണം ആ സമയത്ത് എനിക്ക് എൻ്റെ ഉപ്പാക്ക് വയ്യാണ്ട് കിടക്കുകയായിരുന്നു. പിന്നെ എനിക്ക് തുറന്ന് പറയാൻ പേഴ്സണലി ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞൊരു കല്യാണം കഴിഞ്ഞാൽ എല്ലാം അങ്ങ് റെഡി ആവും എന്നുള്ളൊരു തോട്ടാണ് നമ്മുടെ നാട്ടിലെല്ലായിടത്തും. ഇതൊരു കല്യാണം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രശ്നമാണ്, ഹോർമോണിൻ്റെ പ്രോബ്ലംസ് ആണ്, ഇത് റെഡി ആവില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴാണെങ്കിൽ നമ്മളൊന്നുകൂടെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വീട്ടുകാരെ നിർബന്ധവും പിന്നെ സമൂഹത്തെ പേടിച്ചിട്ടും എല്ലാ കാര്യങ്ങളും വീട്ടുകാരൊക്കെ പേടിച്ചിട്ട് ഞാൻ ഓക്കെ ആയതായിരുന്നു. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു? ഒറ്റ മാസം. ആ കുട്ടി ഇപ്പോൾ എവിടെയാണ്? കോൺടാക്ട് ഇല്ല സ്റ്റിൽ കോൺടാക്ട് ഒന്നും ഇല്ല. ലൈക്ക് എപ്പോഴോ എൻ്റെ ഉമ്മാനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ആ മാസത്തിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്കൊരു പെണ്ണുമായിട്ട് ഇല്ല, ഞങ്ങൾ അധികം സംസാരിക്കാറില്ല. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാവമാറ്റങ്ങൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അഫ്കോഴ്സ് അവർക്ക് മനസ്സിലാവും. അപ്പോൾ നോർമലി പറഞ്ഞു, നല്ല മ്യൂച്വലായിട്ട് ഞങ്ങൾ ഒഴിവായി.
അപ്പോ റിഗ്രറ്റ് ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ? ചെയ്യണ്ടായിരുന്നു തോന്നിയിരുന്നു. പിന്നെ എനിക്ക് അത് വെറുതെ ആ ഒരു എഫേർട്ട് എടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പക്ഷെ ഞാൻ നന്നായിട്ട് ആ കുട്ടീനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്തു. അതിലെനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. കാരണം എന്തൊക്കെയാണെങ്കിൽ പോലും ഒരു ബെറ്റർ ആക്കിയിട്ടാണല്ലോ വിട്ടത് എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആൾക്കാർ ഇങ്ങനെ പറയുമല്ലോ, ഇപ്പം ട്രാൻസ് ആണെന്ന് പറഞ്ഞിട്ടും ഓപ്പണായിട്ട് പറയുന്നു തോന്നില്ല, റോങ് രീതിയിൽ ഇങ്ങനെ കോൽക്കളി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു എന്താ റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നിയിട്ടുള്ള എന്താണ്? ചിലപ്പോഴൊക്കെ റിപ്ലൈ കൊടുക്കാം എന്ന് തോന്നാറുണ്ട്. പിന്നെ വിചാരിക്കും എന്തിനാ വെറുതെ. കാരണം ഇത് എത്രയോ വട്ടം പറഞ്ഞാലും ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് അവർക്കൊരു ഫാൻറ്റസി ആയി മാറി. ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇടുന്നതും അങ്ങനെ ഞങ്ങളെ ഇടുന്ന വീഡിയോസുകൾ നോക്കി കമൻറ്റ് ഇടുന്ന വ്യക്തികളുണ്ട്. ജാസി ഇന്ന് വീഡിയോസ് ഇട്ടാ എന്നൊരു കമൻറ്റ് ഇടാലോ, അങ്ങനെ നോക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞ് സീരിയസ്ലി എനിക്കറിയില്ല എന്താ കോൽക്കളി എന്ന്. ഞാൻ ഇപ്പോഴും എനിക്ക് കോൽക്കളി ലൈഫിൽ ഇതുവരെ കോൽക്കളി കളിച്ചിട്ടില്ല. മറ്റേ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റേജിൽ കോലെടുത്ത് കളിച്ച അല്ലാണ്ട് കോൽക്കളി ഇത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താണ്, എന്ത് വെച്ചിട്ട് അവർ കോൽക്കളി കളിക്കുന്നത് നോക്കുക. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇന്ന് കോൽക്കളി ഉണ്ടാകുമ്പോൾ ഇന്ന് കോൽക്കളി ഇല്ല, ഇന്ന് ദഫുമുട്ടാണ് അല്ലെങ്കിൽ ഒപ്പനയാണെന്നൊക്കെ ഞാൻ ചില എപ്പോഴോ എൻ്റെ മൈൻഡിൽ തോന്നി ചിലപ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബോയിൽ നിന്നും ഒരു വുമണിലേക്ക് വന്നപ്പോൾ ഒരു ചേഞ്ച് എന്തായിരുന്നു? ഒരു ബോയിൽ നിന്നും ഒരു വുമണിലേക്ക് ഇപ്പൊ ഞാൻ ചേഞ്ച് ആയിട്ടില്ല. പക്ഷെ ആ ഒരു മനസ്സുകൊണ്ട് ഓക്കെയാണ്. ലൈക്ക് അങ്ങനെ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത സമയത്തിൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത് വലിയൊരു പ്രോസസ്സാണ്. ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഹോർമോൺസ് ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ഹോർമോൺ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പെയിൻസുകൾ, മൂഡ് സിങ്സ്, നമുക്ക് ഡിപ്രഷൻ മൈൻഡ് വരും. ഫിസിക്കലി നമ്മൾ നന്നായിട്ട് നമ്മുടെ ബോഡി അങ്ങ് ഭയങ്കരമായിട്ട് ടയേർഡാവും. നമുക്ക് നല്ല ഫുഡുകളൊക്കെ കഴിക്കേണ്ടി വരും, നല്ല ഫ്രൂട്ട്സ് കഴിക്കേണ്ടി വരും. നമുക്ക് ഒരു ആളോട് കുറേ നേരം സംസാരിക്കാൻ, ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ നമുക്ക് പൊട്ടൻഷ്യൽസൊക്കെ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ ലേസർ ആണെങ്കിലും ഭയങ്കര പെയിൻഫുള്ളാണ്. അത് ചില സ്ഥലങ്ങളിലൊക്കെ ലേസർ നമുക്ക് പെയിൻ മാറ്റാനുള്ള ഒരു ഓയിൽമെൻ്റ് ഒക്കെ തേച്ചിട്ടാണ് ചിലപ്പോൾ ചെയ്യാറ്. അല്ലാണ്ട് നോർമലായിട്ട് ചെയ്യുന്ന ലേസറൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ ഇത്രയും പെയിൻഫുള്ളൊക്കെ സഹിച്ചിട്ടാണ് ഒരു ട്രാൻസ് എന്ന വ്യക്തി ഒരു പെണ്ണായി ഒരു പൂർണ്ണതയുള്ള ഒരു പെണ്ണായി മാറുന്നത്. ഡൗൺ സർജറി, ബ്രസ്റ്റ് സർജറി, അങ്ങനെ ഒരുപാട് സർജറികൾ. അതുകൂടാണ്ട് വീണ്ടും ഫേസ് സർജറി ഒക്കെ ചെയ്യുന്ന ഒരുപാട് ട്രാൻസുകളുണ്ട്. എന്നിട്ടും അവരെ ഇപ്പോഴും അവരെ കമൻറ്റ് ബോക്സിലൊക്കെ പോയിട്ട് കോൽക്കളി, ചാന്തുപൊട്ട്, 9 എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്നാണ് അവർ ഇങ്ങനൊരു ലൈഫിലേക്ക് ഹാപ്പിനെസ് ആകുമ്പോൾ എന്തിനാ വെറുതെ അവരുടെ ഹാപ്പിനെസ് കളയുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പേഴ്സണലി എനിക്ക് എല്ലാവരും പറയാനുള്ളൊരു കാര്യം, ഇങ്ങനെ ട്രാൻസ് ആയിട്ട് പൂർണ്ണതയുള്ള പെണ്ണായിട്ട് മാറിയിട്ടും അവരെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇങ്ങനെ കോൽക്കളി കളിക്കാറുണ്ടോ, ഇന്ന് ആരാണ് കൂടെ എന്നൊക്കെ പറയുമ്പോൾ അത് അവരൊരുപാട് പേഴ്സണലി വേദനിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അത് പലർക്കും അറിയാത്തതുകൊണ്ട് ഇവർ ജീവിത ചെറിയ ഒരു 50 വയസ്സ് വരെ അല്ലെങ്കിൽ 40 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 60 വയസ്സ് വരെ കണ്ടിന്യൂസ് ഒരു ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുന്ന വ്യക്തികളായിരിക്കും. ഇവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. നിങ്ങളൊരു കമൻറ്റ് കൊണ്ട് എന്തിനാ വെറുതെ അവരെ ഹേർട്ട് ചെയ്യുന്നത്? നിങ്ങളൊരു കമൻറ്റ് മതി അവർക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവാൻ. മാക്സിമം അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് അത് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്ത് പോവുക. ഇല്ലെങ്കിൽ കാണാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് എന്തിനാ വെറുതെ അവരെ മനസ്സ് ഹേർട്ട് ചെയ്യുന്നത്? അതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആശി ചേട്ടനായാലും ഇതുപോലെ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ, നീ ഗേ അല്ലേ, അങ്ങനെയാണെങ്കിൽ അത് അവനക്ക് അറിയാം. അവനറിയാം അത് അവൻ അങ്ങനെ അല്ല എന്നുള്ളത്. അവൻ എന്താണെന്നത് അവനക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ അപ്പൊ അത് ആ ദിവസം ചിലപ്പോ നീ പറഞ്ഞിട്ട് മോർണിംഗ് ആശി പ്രതികരിക്കാറുണ്ട്. ചില കമന്റ് കിട്ടുമ്പോ ഞാൻ മൂഡ് പോലെ ഞാൻ ചിലപ്പോൾ നേരെ PM പോയിട്ട് ശരിക്കും നല്ല ആഷിന് മുമ്പ് വന്നിട്ട് ആരും ആഷിനോട് ഇതുവരെ ചോദിച്ചിട്ടില്ല നീ ഗേ ആണെന്ന്. അതും തീർന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ തീർന്ന്. പിന്നെ അപ്പോ ഈ ട്രോളൊക്കെ വരുമല്ലോ, ഇപ്പൊ ചില സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ട് അതല്ല ഇപ്പം ഗേൾ ഫ്രണ്ട് എങ്ങനത്തെ ഗേൾ ഫ്രണ്ട് വേണോ ചേച്ചിയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ വെക്കുമ്പോ അത് ഭയങ്കര വൈറലാവും.
ഈ സ്കൂൾ പിള്ളേരൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഫീൽ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ട്രോളുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചില ട്രോളുകൾ നമ്മൾ എൻജോയ് ചില ട്രോളുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതാണ് ശരിക്കും ട്രോൾ പറഞ്ഞാൽ അങ്ങനെ ചില ട്രോളുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചില ട്രോളുകൾ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. അത് നമ്മുടെ വീട്ടുകാരെയും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ട്രോളുമ്പോൾ ഓപ്പോസിറ്റ് ആൾ സന്തോഷിക്കാൻ വേണ്ട ട്രോള്. ഞാൻ കുറെ ട്രോള് യൂട്യൂബിലൊക്കെ കാണാണ്. നമ്മൾ ചിരിക്കാനൊക്കെ വേണ്ടി ട്രോള് കാണുന്നത്. ചില അതിന്റെ പേര് ട്രോൾ എന്നല്ല, ഇത്രയും പറയുന്നത് ട്രോളല്ല. ചില ട്രോളുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചില ട്രോളുകളൊക്കെ. പക്ഷെ ചില ട്രോളുകൾ കാണുമ്പോൾ പേഴ്സണൽ നല്ല വിഷമം തോന്നാറുണ്ട്. കുറച്ച് ഗോസിപ്പ് കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ബിഗ് ബോസിലോട്ട് പോവായിരിക്കും ചിലപ്പോ. നെക്സ്റ്റ് ബിഗ് ബോസിലോട്ട് നിങ്ങൾ മേ ബി രണ്ടുപേരും കാണും. രണ്ടുപേരും അല്ല, പോകുന്നില്ലേ? ഞാൻ ബിഗ് ബോസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ല പോകും. എനിക്ക് ഇഷ്ടമാണ് പോകുന്നത്. കാരണം അത് പോകാൻ കാരണം ഇപ്പോൾ ഫെയിമിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ കാരണം എനിക്കറിയാം ഞാൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടാൻ ഒരുപാട് പേരുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താണ് എന്നുള്ളത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഉണ്ട്. ഫെയിമിനാണ് ഇപ്പോൾ നമുക്ക് പുറത്ത് പോയി നമ്മളെല്ലാവരും അറിയുന്നുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ഫെയിമിനല്ല, ലൈക്ക് നമ്മൾ എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പലതും എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം എന്നുള്ള ഒരു ഇഷ്ടമുണ്ട്. ബിഗ് ബോസ് പോകുമ്പോൾ കഴിഞ്ഞ ബിഗ് ബോസിൽ ഇപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ കാണുമല്ലോ ബിഗ് ബോസ് കാണുമ്പോഴത്തേക്കും, ഇത് കണ്ടിട്ട് നമുക്ക് ഇതുപോലെ പോവാം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി കഴിഞ്ഞ ബിഗ് ബോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ജാസ്മിൻ ജാഫറിനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. കുറേ അതില് അനുഭവിച്ച കുട്ടി. ഞാൻ ജാസ്മിനെ ഒരുപാട് നല്ല ഇട്ടിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞ സമയത്ത്. അന്ന് എനിക്ക് നെഗറ്റീവ് കുറേ ഇത് വരും, നീ ആരാ ജാസ്മിനെ ഇതാക്കി പറയാൻ, നീ അവൾക്കെതിരെ വീഡിയോ ചെയ്യാൻ, അവൾക്കെതിരെ വീഡിയോ ചെയ്യണം, അവളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സ്റ്റിൽ എനിക്ക് ജാസ്മിൻ ജാഫറിനെ ഇഷ്ടമാണ്. ഞാൻ അവൾക്ക് നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ബിഗ് ബോസിൽ. ഈ ബിഗ് ബോസിൽ ഇപ്പം അഖിൽമാരാർ പറഞ്ഞൊരു കാര്യമുണ്ട് അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി, അത് എന്താണ് തോന്നുന്നത്? എനിക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട്. ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഓഫർ എന്നിട്ട് അഡ്ജസ്റ്റ്മെന്റിന് ഓക്കെ ആണ് ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് മൂവീസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ. ഒരു തമിഴ് മൂവി ഇപ്പം അടുത്ത് ഞാനൊരു തമിഴ് മൂവി പകുതിയോളം അത് ഓക്കെ ആയിരുന്നു. അത് ഞാൻ എല്ലാ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് എല്ലാം മലേഷ്യയിലായിരുന്നു. അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടിരുന്ന ഒരു നടനായിരുന്നു. പേര് പറയുന്നില്ല. ഇല്ല, നടന്റെ സിനിമയാണ്. നടനല്ലട്ടോ ചോദിച്ചത് എന്നോട്. നടന്റെ സിനിമയാണ്. അപ്പം അതിൽ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സാണ് എന്നോട് ചോദിച്ചത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിന് റെഡിയാണ്. എന്നോട് ചോദിച്ചു കൂടെയുള്ള ആളാണ്, അവൻ എൻ്റെ പാർട്ട്ണറാണ്, ആളുണ്ടാവുക കൂടെ. ഞാൻ ആളില്ലാണ്ട് എവിടേക്കും പോകാറില്ല. അതുകൊണ്ട് ചോദിച്ചു ആൾ വേണമെങ്കിൽ അയാൾ വരണ്ട, ജാസ് ഒറ്റയ്ക്ക് വന്നാൽ മതി, നമുക്കിവിടെ കറങ്ങാനൊക്കെ പോകാം, ഇവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം എന്നൊക്കെ. അപ്പോൾ തന്നെ എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ അറിയാലോ സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് തയ്യാറാവണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവരോട് കാര്യം പറഞ്ഞത് ക്ലോസ്. ഞാനത് പറഞ്ഞു. ഞാൻ ആദ്യം ആഷിനോട് പറഞ്ഞില്ല, ആദ്യം ഞാൻ എൻ്റെ ഫ്രണ്ട് ആമിനോടാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് ആമി പറഞ്ഞു അയ്യോ മോളെ അത് ശരിയാവത്തില്ല, അത് നീ വേണ്ടാന്ന് വെച്ചേക്കുന്നത്. അതിനുമ്പോൾ സിനിമ ഒക്കെ വന്ന കാശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആമി അവനോട് പറഞ്ഞു, അതങ്ങ് ക്ലോസ് ചെയ്തു. പിന്നെ ആ മൂവി എന്തെങ്കിലും ചോദിച്ചാൽ പോലും മൈൻഡ് ചെയ്യത്തില്ല. ഇല്ല. പിന്നെ ഇപ്പം എനിക്കിപ്പോൾ കൂടുതൽ വരുന്നത് സീരിയൽസാണ്. സീരിയൽസ് ഒക്കെ നാട്ടിൽ തന്നെയല്ല ഏറ്റവും കൂടുതൽ ഷൂട്ട്. അപ്പോൾ സീരിയലിൽ ഇപ്പോൾ ചെയ്യേണ്ട നല്ലൊരു മൂവിയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല എൻ്റെ ആ ഒരു സിറ്റുവേഷൻ, ഒരു പീക്ക് സിറ്റുവേഷൻ, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഭയങ്കര ഹാപ്പി ആണല്ലേ, വേറെ പ്രശ്നമൊന്നും ഇല്ല. വേറെ പ്രശ്നങ്ങളൊന്നും വേറെ ഒന്നും കുത്തി പൊക്കല്ലേ അവിടെ വേറെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടൊന്നും ഇല്ല. അത് മാത്രമേ ലൈഫിൽ ഒരു ഭയങ്കര ഒരു ഞങ്ങളുടെ ലൈഫ് അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് കളയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളൂ. അതിന് അപ്പുറത്തേക്കൊന്നും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഗുഡ്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഫിലിം ഫീൽഡൊക്കെ സേഫ് ആണോ? ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ വരുന്നോണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേഫ് ആണ്? ഞാൻ ഇതിപ്പോ എല്ലാ ഫിലിം ഫീൽഡ് മുഴുവൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്ന ആൾക്കാർ അങ്ങനെയല്ല. ചില മൂവികളില് ചില കാസ്റ്റിംഗ് ഡയറക്ടർ ചോദിച്ചിട്ട് എങ്ങനെ മറുപടി കിട്ടും? ചിലപ്പോ നമുക്ക് അറിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അല്ല, ആ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഞാൻ റീല് കണ്ടായിരുന്നു, ട്രാൻസ് ഏതോ അല്ല പൊതുവെ എല്ലാ ഫീൽഡിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. എല്ലാ ഫീൽഡിലും നടക്കുന്ന കാര്യങ്ങളാണ്, ഫിലിം ഫീൽഡിൽ മാത്രമല്ല. പക്ഷെ അതേപോലെ ഫിലിം ഫീൽഡിൽ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിന് വേണമെങ്കിൽ മാത്രം ഫിലിമിൽ അവസരങ്ങൾ തരുള്ളൂ, അങ്ങനെയില്ല. ചിലവർ ചോദിക്കാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൽ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ചിലവർക്ക് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, അത്രയേ ഉള്ളൂ.
അപ്പൊ അങ്ങനെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ അവിടുന്ന് അടി കിട്ടോ, അടി കിട്ടത്തില്ല. ഞാൻ അതുകൊണ്ട് നമുക്ക് വേഗം മൈൻഡ് വേഗം മൈൻഡ് ചെയ്യാം. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് മനസ്സിൽ ചോദിക്കണോ ഞാൻ വെച്ച് ഞാൻ ആദ്യം വെച്ചെന്ന് വെച്ചാൽ ജാസി ചേച്ചി ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ വേണ്ടി ഇത് അങ്ങനെയല്ല, അങ്ങോട്ട് ചോദിക്കുന്നെങ്കിൽ നീ എന്ത് ക്വസ്റ്റ്യൻ ആയി ചോദിക്കുന്നത് അവിടെ. ഞാൻ പെട്ടെന്ന് അങ്ങ് മൈൻഡ് ചെയ്യാം. നേരത്തെ വരാൻ തോന്നിയത് ആലോചിക്കുന്നു പുള്ളിക്ക്. അപ്പൊ ഓക്കെ, ഇത്രയും നേരം എന്നെ സഹിച്ച് ക്ഷമിച്ചിരുന്നേന്. അത് നീ ഇവനെ ക്ഷമിച്ചാലും നീ നോക്കിയോണ്ട് ഞാൻ വെച്ച് വല്ലതും പറയും, ഞാൻ വല്ലതും പറയും, അങ്ങനത്തെ തോട്ടായിരുന്നു എനിക്ക്. വേറെ ഒന്നും വിചാരിക്കരുത്. ഇപ്പം എന്റെ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കൊരു ഫീലും ഇല്ല. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്കാണ് എപ്പോഴും അടിക്കും. ഇത് തരികിടാന്നൊരു പരിപാടിയായിരുന്നു. ക്യാപ്ഷൻ ഇങ്ങനെയൊക്കെ ആങ്കറിനെ തന്നെ ആശിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇവിടെ അപ്പൊ നമുക്ക് പുറമേ നിന്ന് കാണുന്ന ആൾക്കാർ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ആൻസർ പറയുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഓക്കെ, ഒരുപാട് സന്തോഷം വന്നതില്. മോളുടെ കൂടെ ഇന്റർവ്യൂ എടുക്കുന്ന നല്ല അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു, ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ ബട്ടർഫ്ലൈ മീഡിയയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. കുറെ വട്ടം വരണമെന്ന് വിചാരിച്ചൊരു മീഡിയ ആണ്, അപ്പോൾ വിളിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.